ഹായ്, നമുക്കിന്നൊരു പയൽ റീഡിംഗ് നോക്കാം. രണ്ട് പയൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. പയൽ നമ്പർ 1 ആൻഡ് പയൽ നമ്പർ 2. ചൂസ് ഇൻറ്റ്യൂട്ടീവ്ലി. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. റിലാക്സ്ഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ മാത്രം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഏതാണ് പയലിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പയലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സഡൻ ചേഞ്ച്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ചേഞ്ച് പോസിറ്റീവായിട്ടും ഉണ്ട്, നെഗറ്റീവായിട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നെഗറ്റീവായിട്ടുള്ളത് പറയാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, സെപ്പറേഷന്, ജോബ് ലോസ്, ജോബ് സെക്യൂരിറ്റി ലോസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി സെപ്പറേഷന്, ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഹോണസ്റ്റായിട്ട് അവരോട് പെരുമാറുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ബലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് ഇടവരുന്നത്. ഓക്കെ, സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് ഒരു ന്യൂ പേഴ്സൺസ് അവരുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു പുതിയ പേഴ്സൺ കടന്നു വരുമ്പോഴും ബി കെയർഫുൾ. കാരണം നിങ്ങൾക്കിടയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിൽ, അത് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തകരാതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കരിയർ വൈസിലോട്ട് വരുമ്പോൾ ജോബ് സെക്യൂരിറ്റി ലോസ്, ജോബ് ലോസ് അങ്ങനെയൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതകളുണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കും നഷ്ടമാവുന്നത്. സോ അങ്ങനെയും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഈ ഒരു പയർ ചൂസ് ചെയ്തവർക്ക്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി നഷ്ടമാകും എന്നുള്ളൊരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയും എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അഴുക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവായിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ടൊരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അതും നല്ലതാണ്. ഇപ്പം ഫൈനാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബി കെയർഫുൾ. ഫൈനാൻസൊക്കെ എടുക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം കെയർഫുള്ളി ആക്കിയതിന് ശേഷം മാത്രം, നല്ലപോലെ റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയൊക്കെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പയർ ചൂസ് ചെയ്തവരുടെ റീഡിങ്. ഇനി സെക്കൻഡ് പയർ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, സെക്കൻഡ് പയർ ചൂസ് ചെയ്തവർക്ക് 8 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. 8 of Wands എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ആക്ഷൻ, അല്ലെങ്കിൽ സ്പീഡി മൂവ്മെൻറ്റ്, ഒരു പ്രോഗ്രസ്, ഒരു സഡൻ ആക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് എന്തോ ഒരു കാര്യം സഡൻ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരു ട്രാവൽ ആയിരിക്കാം, ഫ്രീഡം, പോസിറ്റീവ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിവാർഡ് കിട്ടുന്നു. അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കേസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഗ്രോത്ത് ആവുന്നു, അതിലൊരു പ്രോഗ്രസ് കാണുന്നു, ഭയങ്കര പാഷൻ ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ പ്രപ്പോസൽ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളൊരു ട്രാവൽ ടൈമിലൊക്കെ ആയിരിക്കും കണ്ടുമുട്ടാനായിട്ടുള്ളൊരു ചാൻസസ് വളരെയധികം ഹൈ ആണ്. അതുപോലെ തന്നെ കപ്പിൾസൊക്കെയാണ്, ഇപ്പം കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക്, റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്നു, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ട്രാവൽ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കരിയർ വൈസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വിക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ജോബിൻ്റെ കേസിന് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ഒരു അവസരം കിട്ടുന്നു, ന്യൂ പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് കൂടുതലും ഒരു ക്വിക്ക് ആക്ഷൻ, ട്രാവൽ, മൂവ്മെൻറ്റ്, അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ, ഇവൻ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണ് ഇപ്പം ബ്രേക്കപ്പ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേഷനിലായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വരാനുള്ള ചാൻസസ്, അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും
പ്രോപ്പർ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് മൂവ് ചെയ്യാവുള്ളൂ. ഓക്കെ, കാരണം ഈ ഒരു പൈല് ചൂസ് ചെയ്തവർക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പം ഭയങ്കര സ്പീഡി പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ, പേഷ്യൻ്റായിട്ട് ഇരുന്നതിന് ശേഷം മാത്രമേ എടുത്തു ചാടാവുള്ളൂ. അത് കരിയർ ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, പ്രോപ്പർ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഹെൽത്തി ആയിട്ടുള്ളതിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. സോ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, താങ്ക് യു.